പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 9-ാം വാക്യം. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ഏലീശയെക്കുറിച്ച് ശൂനേമിലുള്ള ഒരു സ്ത്രീ പറയുന്ന വസ്തുതയാണിത്. ശൂനേമിലേക്ക് പോവുകയായിരുന്ന ഏലീശയെ ധനികയായ സ്ത്രീ കാണുകയും അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴിയായി കടന്നു പോകുമ്പോഴൊക്കെ ഭക്ഷണത്തിന് അവിടെ കയറും. അങ്ങനെ കടന്ന് പോകുന്ന ഏലീശയെക്കുറിച്ചാണ് ശൂനേംകാരത്തി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ ദൈവവിശുദ്ധനായൊരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. ഏലീശയുമായിട്ടുള്ള നാമമാത്രമായ ഇടപെടൽ, പക്ഷേ താനൊരു വിശുദ്ധനായ ദൈവപുരുഷനാണ് എന്നുള്ള വസ്തുത, അത് നിമിത്തം ശൂനേംകാരത്തി മനസ്സിലാക്കുവാനിടയായി തീർന്നു. ശൂനേംകാരത്തിയെക്കുറിച്ച് ഈ അധ്യായത്തിൽ വായിക്കുമ്പോൾ കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിക്കുകയും ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാനുള്ള പ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവളുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ അവൾ പറയുന്നത്, ഏലീശ വിശുദ്ധനായൊരു ദൈവപുരുഷനാണ്. ഏലീശയെക്കുറിച്ചുള്ള അവളുടെ സർട്ടിഫിക്കറ്റാണത്. പ്രിയമുള്ളവരെ, നാമുമായി ഇടപെടുന്ന നമ്മുടെ സമൂഹത്തിലുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെയുള്ളതാണ്? ഏലീശയെക്കുറിച്ച് പറഞ്ഞതുപോലെ വിശുദ്ധനായൊരു ദൈവപുരുഷനാണ് എന്ന് പറയത്തക്കവണ്ണമുള്ള ഇടപെടലുകളും സംസാരവും ഒക്കെ ആ മാന്യത പുലർത്തുന്നതാണോ, ഉന്നത നിലവാരം പുലർത്തുന്നതാണോ എന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത് പ്രയോജനകരമായിരിക്കും. സമൂഹം നമ്മെ വീക്ഷിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. സ്വാതന്ത്ര്യത്തോടെ തനിക്ക് ആ വീട്ടിൽ ഇടപെടാൻ ഒരവസരം ഒരുക്കുകയായിരുന്നു ആ സ്ത്രീ ഭക്ഷണം കഴിക്കുവാൻ. അതിനെ തെറ്റായി ഉപയോഗിക്കുവാൻ ഒരിക്കലും ഏലീശ ശ്രമിച്ചില്ല. തൻ്റെ ജീവിതത്തിൽ താനൊരു ദൈവത്തിൻ്റെ പുരുഷനാണ് എന്നുള്ള വസ്തുത വെളിപ്പെടുത്തുന്ന നിലവാരം പുലർത്തുവാൻ ഏലീശയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ശൂനേംകാരത്തി അവളുടെ വീട്ടിൽ ചുവരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുകയും അതിലൊരു കട്ടിലും മേശയും നാൽക്കാലിയും നിലവിളക്കും വയ്ക്കുകയും പിന്നീട് അതുവഴിയായി കടന്നു പോകുമ്പോഴൊക്കെ ഏലീശയ്ക്ക് അവിടെ പാർക്കാവുന്ന നിലയിൽ സൗകര്യമൊരുക്കുകയൊക്കെ ചെയ്തു എന്ന് നാം താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. അതവൾ ചെയ്യുവാൻ കാരണം ഏലീശയുടെ ഇടപെടലിലെ ഔന്നത്യമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൻ്റെ നിലവാരം ഇപ്രകാരം ഉന്നതമായിരിക്കത്തക്കവണ്ണം നാമുമായി ഇടപെടുന്നവർ നമ്മൾ വിശുദ്ധരായൊരു ദൈവമനുഷ്യരാണ് എന്ന്
തിരിച്ചറിയത്തക്കവണ്ണം നമ്മുടെ ഇടപെടലുകളെല്ലാം ശ്രേഷ്ഠമായിരിക്കട്ടെ. ജാഗ്രതയോടെ നമുക്ക് ഇടപെടാം. അത് നമ്മുടെ ജീവിതത്തിന് പിൻകാലത്ത് അനുഗ്രഹമായിരിക്കുമെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ സന്ദേശങ്ങൾ കേൾക്കുന്നവരെല്ലാം ജീവിതത്തിൽ തങ്ങളുടെ ഉന്നത നിലവാരം കാത്തു സൂക്ഷിച്ച് മറ്റുള്ളവർ ആ നിലവാരത്തെ സർട്ടിഫൈ ചെയ്യത്തക്കവണ്ണം സൂക്ഷിക്കുവാൻ കൃപ ചെയ്യണം. ഇന്ന ദിവസം അങ്ങയുടെ സഹിത നിരന്ന ശുഭത നിര ഞാൻ അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് വരയണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.